ഈ ക്രിസ്മസ് രാവിലെ നമുക്ക് യേശുവിനോട് ഇപ്രകാരമൊന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ടൈപ്പ് ചെയ്യണേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അങ്ങിലൂടെ എനിക്ക് ലഭിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതൊന്ന് ടൈപ്പ് ചെയ്യാവോ? ടൈപ്പ് ചെയ്യുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഇതിനെ ടൈപ്പ് ചെയ്യുക. ഇതൊന്ന് പ്രഖ്യാപിക്കുക. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇത് വചനമാട്ടോ. റോമാലേഖനം 8:32 സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ ഉപേക്ഷിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? എല്ലാം സൗജന്യമായി യേശുക്രിസ്തുവിലൂടെ ദാനമായി നമുക്ക് പിതാവാം ദൈവം നൽകുകയാണ്. ക്രിസ്മസ് എന്ന് വെച്ചാല് ഈശോയാണ്. ഈശോനെ നമുക്ക് പിതാവ് ദാനമായി തന്നതിന്റെ ഏറ്റവും വലിയ സെലിബ്രേഷനാണ്. ഇന്ന് ഈ വചനത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് വിശ്വാസത്തോടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. പത്രോസ്ലിയ ലേഖനം എഴുതുമ്പോൾ പഠിപ്പിക്കുന്നത് യേശുവിന്റെ ദൈവശക്തി, അവന്റെ ദൈവിക ശക്തി നമുക്ക് സകലതും പ്രദാനം ചെയ്തിരിക്കുന്നു. ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം. ഇതൊക്കെ വചനമാണ്. 2 പത്രോസ് 1:3 തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവന്റെ ദൈവിക ശക്തി, കണ്ടോ, കർത്താവിന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു വിത്ത് പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശ്വസിക്കണം, യേശുവിലൂടെ എനിക്കെല്ലാം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഓൾറെഡി ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കുക. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം യേശുക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നു. തന്നു കഴിഞ്ഞതിനായി നന്ദി യേശുവേ. ഈ ക്രിസ്മസിന് നമുക്ക് നിയോഗങ്ങൾ ഒരുപാട് കാണും അല്ലെ? എന്നാൽ ഇന്ന് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ, നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പൊതുവെ ആൾക്കാർ നന്ദി പറയുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയാണ്, എപ്പോഴും എല്ലാറ്റിനും കർത്താവായ യേശുക്രിസ്തു വഴി പിതാവാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമെന്ന്. എഫെസോസ് 5:20. എപ്പോഴും എല്ലാറ്റിനും. അതിന്റെ കാരണം എന്താ? ഏറ്റവും വലിയ സത്യം എന്താ? യേശുക്രിസ്തുവിലൂടെ നമുക്കെല്ലാം ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം ലഭിച്ചിരിക്കുന്നു. ലഭിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ പ്രസന്റ് ടെൻസ് അല്ലേ? ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൽ അതിൽ ആഴ്ന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് രാവിലെ നമുക്ക് പ്രഖ്യാപിക്കാം, പിതാവാം ദൈവം പുത്രനാം യേശുവിനെ, പുത്രനായ ദൈവത്തെ നമുക്ക് ദാനമായി നൽകി. ആ പുത്രനാം ദൈവത്തിലൂടെ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസത്തിലേക്ക്, ആ ഒരു ഫെലോഷിപ്പിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ത്രിയേക ദൈവത്തിന്റെ സർവ്വ ഐശ്വര്യവും അനുഗ്രഹവും ഇന്നേ ദിവസം നമ്മളെ ബ്ലസ് ചെയ്യുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. യു ആർ ഓൾറെഡി ബ്ലസ്ഡ്. ഇങ്ങനെ ദേഹത്തോടെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓൾറെഡി ത്രിയേക ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു ഇന്ന് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ഈ വീഡിയോ കുറച്ചു പേർക്ക് അയച്ചു കൊടുക്കുക. ഈ പ്രഖ്യാപനം നിങ്ങൾ സാധിക്കുമെങ്കിൽ ആ കമന്റ് ബോക്സിൽ വിശ്വാസത്തോടെ ടൈപ്പ് ചെയ്യുക. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഹാപ്പി ക്രിസ്മസ്. ഹാവ് എ ബ്ലസ്ഡ് ക്രിസ്മസ്. നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു കേട്ടോ. സ്നേഹം നിറഞ്ഞ്, സന്തോഷം നിറഞ്ഞ്, സമാധാനം നിറഞ്ഞ്, ഈ ഒരു ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ നിറഞ്ഞ് ഒരു ക്രിസ്മസ് അനുഭവമാണ് ഈ ക്രിസ്മസ്. ഇനിയുള്ള എല്ലാ ദിവസവും ആ ക്രിസ്മസിന്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാം. God bless you. Keep me also in your prayers and my family. Have a blessed Christmas.